പ്രതിയെ പേടിച്ച് ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നതെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില. ആദ്യം അമ്മയെ നഷ്ടമായി, ഇപ്പോൾ അച്ഛനും പോയി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഖില പൊട്ടിക്കരഞ്ഞു. പ്രതിയെക്കുറിച്ച് കൂട്ടപ്പരാതി നൽകിയിട്ടും പോലീസ് എന്ത് ചെയ്തെന്നും അഖില രോഷത്തോടെ ചോദിച്ചു. എന്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാനും എന്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതെ ഇരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ല എന്റെ അവസ്ഥ. എന്റെ അമ്മയ്ക്ക് അതല്ല അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടായത് എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കായിട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി. അയാളിങ്ങനെ ഓരോരുത്തരും കൊല്ല. അയാളുടെ ഭാര്യ പണിക്ക് പോയത് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞാൽ ഞാനും അച്ഛനും കൂടെ 29-ാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ലം അങ്ങനെ പോകുമ്പോ ജയിലിക്കോ? ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിലേക്ക് കേട്ടാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ വെച്ചാൽ ഇനി എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്. ഞാനാണ് അച്ഛൻ വരുമ്പോ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അയാള് പേടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനിധി കെട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ്. ഞാൻ ക്ഷേമനിധി കെട്ടാ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നെന്മാറയിൽ ഇരുന്നത്. ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലോ ഇവിടെ താമസിക്കാത്തത് ഇവിടെ പേടിയായിട്ട് തന്നെയാണ്. അത് 1 മാസം 1-2 മാസം 3 മാസമായി. ഡിസംബർ തൊട്ടിട്ട് ജാമ്യല്ലേ? വീട്ടിലേക്ക് പോകണം പറഞ്ഞ ഞാൻ നേരെ വന്നത് പോലീസ് സ്റ്റേഷൻ. അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ അന്വേഷിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തെങ്കിലും നടപടി എടുക്കണ്ട. വെറുതെ ഓരോന്ന് ഇങ്ങനെ വരിഞ്ഞ ഒരു 5 ദിവസം പോലീസ് ഇവിടെ വന്ന് കളിക്കും, പിന്നെ അയാളുടെ ജയിലിൽ കൊണ്ടുപോകും. നഷ്ടപ്പെട്ടതൊക്കെ ഫുള്ള് ഞങ്ങൾക്കാണല്ലോ.